റസൂലുള്ളാഹിക്ക് ഈ ഒതുങ്ങി വയങ്ങി അസ്സലാമു അലൈക്കും യാ റസൂലല്ലാഹ് എന്നോട് മരം വന്നിട്ട് എന്താക്കി സലാം സഹാബത്ത് സാക്ഷിയാണ് വസല്ലമത്തിൽ അഹ്ജാർ വൽ അഹ്ജാർ അല്ലേ ശരീരത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ പിന്നെ വജാഅത്തിൽ അഹ്ജാർ മരങ്ങൾ വന്ന കഥ നമ്മളെ മൗലിദിലൊക്കെ ഉണ്ട്. ആ മൗലിദിൻ്റെ വരികളിലുണ്ട് മഹാനായ നബിയുടെ അടുത്തേക്ക് മരങ്ങൾ വന്നിട്ട് എന്താക്കി കല്ലുകൾ വന്ന് അങ്ങനെ നമ്മുടെ സദസ്സിലേക്ക് ഒരു മരം കലത്ര പണിയല്ല അല്ലെങ്കിൽ അത് പൊയ്ക്കഥകളോ അല്ലെങ്കിൽ കെട്ടിടത്തൊക്കെ ശരിയായ അതിർന്ന സംഭവങ്ങളാണ്. ബഹുമാനപ്പെട്ട നബിയുടെ അടുത്തേക്ക് ഇതുപോലെ ഇവിടെ നബിയും സഹാബത്തും വന്ന് നിൽക്കുമ്പോൾ ഒരു മരം വന്നിട്ട് സലാം ചെയ്തു. പിന്നെ അതേപോലെ അവിടെ തന്നെ പോയി ആ മരം ആ മരം വന്ന സ്ഥലത്ത് അന്ന് പള്ളിയില്ല, പിൽക്കാലത്ത് പള്ളി നിർമ്മിച്ചു. അതാണ് പള്ളി. ഇത് പള്ളിയാണ്. ഒരു സ്ഥലത്ത് രണ്ട് പള്ളിയുടെ ആവശ്യമുണ്ടാകും. മസ്ജിദുൽ ഹറാം എന്ന പള്ളി അപ്പുറം അതുണ്ടാവും. അതിൻ്റെ പല പരിസരത്തിൻ്റെ കുറേ പള്ളിൻ്റെ ആവശ്യം. അപ്പുറത്തെ ഒരു പള്ളി മസ്ജിദുൽ ഷജറ, ഇവിടെ വേറെ പള്ളി, ഇവിടെ അടുത്തതിനെ വേറെ പള്ളി. അത് റസൂലുള്ളാഹി ഒരു സംഘത്തെ തിരഞ്ഞെടുക്കുമ്പോൾ ആ സംഘത്തിന് ഒരു ലീഡർ ഏതൊരു സംഭവം റസൂലുള്ളാഹി പല യുദ്ധങ്ങൾക്കും മക്കയിൽ യുദ്ധമില്ല. യഥാർത്ഥത്തിൽ യുദ്ധം ആരംഭിക്കുന്നപ്പോൾ എന്നാൽ ഹുനൈൻ യുദ്ധത്തെ റസൂലുള്ളാഹി നേതൃത്വം കൊടുക്കുന്നത് ആ യുദ്ധം പോയി വന്നു. അതിൻ്റെ മുന്നോടിയായിട്ട് ആളുകൾ സജ്ജമാക്കിയത് അവിടെ ഒരു പതാക സഹാബത്തിന്റെ സംഘത്തിലെ ലീഡർ നിർത്തുന്നതാണ്. ആ സ്ഥലത്ത് അന്ന് പള്ളിയൊന്നുമില്ല, പിൽക്കാലത്തുണ്ടായി പള്ളി നിർമ്മിച്ചു. അതുകൊണ്ട് മസ്ജിദ് റായ എന്ന പേര് വന്നു, മസ്ജിദ് ഷജറ എന്ന പള്ളി. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ത്വരീഖാണ് എന്ന് പറഞ്ഞാൽ അവരുടെ ത്വരീഖ് എന്ന് പറഞ്ഞാൽ അവരെപ്പോഴും അവരുടെ വിലായത്തിൽ അവരുടെ താമസം എല്ലാ സ്ഥലങ്ങളും എന്റെ ശേഷം ഒരു നബി വരാനുണ്ടെങ്കിൽ അത് ഖത്താബിന്റെ മകൻ മൈക്കപ്പാണ്. പിശാച് 60 മൈൽ സഫറത്തിൽ നീതിമാനായ ഭരണാധികാരി ലോകത്ത് പരിശോധിക്കുകയാണെങ്കിൽ ആണ് ആര് ഗാന്ധിജി ഞാൻ എൻ്റെ രാജ്യത്ത് ഇന്ത്യ മഹാരാജ്യത്ത് ഉമറിന്റെ ഭരണം ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞ രാഷ്ട്രപിതാവാണ്. ആ മദീനയിലെ ചക്രവർത്തിയായി വായുവിന്റെ സമയത്ത് പാവങ്ങളുടെ ഊരാൻകുതിർത്തി പട്ടിണിപ്പാവങ്ങളുടെ ദിനരോധനങ്ങൾ അന്വേഷിച്ചുകൊണ്ട് കുന്നുമലി കയറിപ്പോയി എന്തിനും പാവങ്ങളെ വിഷമിച്ചു. അങ്ങനെ പുരയിൽ കയറി വെക്കുമ്പോൾ ഒരു ഉമ്മ അങ്ങനെ കലത്തിൽ ഇങ്ങനെ അടിച്ചുകൊണ്ട് ഒരു ചുരുളം ഇങ്ങനെ പാത്രത്തിലാക്കാൻ ഇങ്ങനെ അടിച്ചുകൊണ്ട് കുട്ടികളിങ്ങനെ കഴിയാണ്. കഞ്ഞി ചോറ് ചോദിച്ചുകൊണ്ട് ഭക്ഷണം ചോദിച്ചുകൊണ്ട് പട്ടിണിയാണ്. അങ്ങനെ കലത്തിലിങ്ങനെ അടച്ചു ഉപ്പ ഭക്ഷണം ഇത് കേൾക്കാൻ ഇടയായി അമീറുൽ മുഅ്മിനീൻ സയ്യിദ് ഉമർ ഖത്താബ്. ആ വീട്ടിലെ രോദനം കേട്ട് ആ മഹാൻ എന്നിട്ട് നേരെ പോയി അവിടെ ഒന്നും പറഞ്ഞില്ല, നേരെ പോയിട്ട് ഗോഡൌണിൽ പോയിട്ട് ഗോതമ്പിന്റെ ചാക്കുകൾ അരിച്ചാക്കില്ലേ അവർക്കുള്ള അന്നം അത് എൻ്റെ പ്രൈവറ്റ് സെക്രട്ടറിമാരെ ഏൽപ്പിക്കല്ല, അത് സ്വന്തം തലയിൽ ചുമന്നിട്ട് 1 മലകൾ താണ്ടിയിട്ട് ആ പുറക്കാട് കണ്ണീരൊക്കെ ആളാണ് സയ്യിദുനാ ഇത്രയും വലിയ നീതി കാണിച്ച മഹാൻ. നമ്മളെ നാട്ടിലൊക്കെ ഒരു പിന്നെ നമ്മളെ മന്ത്രിമാരെ കഥകളും പിന്നെ മറ്റ് സ്ഥാനങ്ങളിൽ വിരചിക്കുന്ന ആളുകളുടെ അവസ്ഥ, നമ്മുടെ നാട്ടിലെ അധികാരികളുടെ അവസ്ഥ ഒക്കെ അവരുടെ സ്ഥാനങ്ങളിൽ അവർ വലിയ വലിയ സുഖലോലുപതയെ ചെയ്തു കൂടാന്നല്ലാതെ പ്രജകളുടെ പ്രശ്നങ്ങൾ നോക്കാം. അങ്ങനെയുള്ള മഹാന്റെ പാദസ്പർശമേറ്റ സ്ഥലത്ത് അൽഹംദുലില്ലാഹ് നമ്മുടെ സംഘത്തിൽ എത്താൻ കഴിയും. ഇനി നമുക്ക് ഈ മണ്ണിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് കാണാൻ. ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലം എന്ന് പറഞ്ഞാൽ ഈ മക്കയിൽ ഒരാൾ മരിക്കാൻ കഴിഞ്ഞാൽ ജന്നത്തുൽ മുഅല്ലയിൽ അയാൾക്ക് ഇടം കിട്ടിക്കഴിഞ്ഞാൽ അത് സ്വർഗാവകാശിയാണ്. കാരണം 2 മക്കളെ കുറിച്ച് അതിലൊന്ന് മദീനയിലെ ജന്നത്തുൽ
ബഖീഅയായ മക്കയുടെ ഇന്നത്തെ കാണാൻ യാത്രയിൽ അന്ന് വെള്ളിയാഴ്ച ദിവസം നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ വെള്ളിയാഴ്ച ദിവസമൊക്കെ എന്താണ് നമ്മുടെ നാട്ടിൽ തന്നെ ആണെങ്കിൽ നമ്മളെ മരിച്ചുപോയ വാപ്പനും നമ്മൾ ഒരു വാപ്പനും വേണ്ടി കബറിപ്പുറത്ത് വെള്ളിയാഴ്ച ദിവസം പോയിട്ട് മക്കൾ ദ്വാരന്നാൽ അവരുടെ ആ മാതാപിതാക്കൾക്ക് വേണ്ടി നടത്തുന്ന ദുആഇൻ ജാബത്ത് അവർക്ക് അവരുടെ പാപം കൊടുക്കാൻ അത് നിമിത്തമായി അവരെ പാപമാകും. നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മഹതിയാണ് ഖദീജ. അവരെ നമ്മൾ ഈ മക്ബറയിൽ ആദ്യമായി അടക്കം ചെയ്തിട്ടില്ലാത്ത ഹബീബായ ആറാം വയസ്സിൽ മദീനയിലേക്ക് വഫാത്തായ സങ്കടത്തിൽ ഉമ്മ പറഞ്ഞു, മോനെ നമുക്ക് മദീന പോകണ്ടേ? ഈ കുട്ടിയെ പോകാൻ ചോദിച്ചുകൊണ്ടിട്ട് നിന്റെ വാപ്പൻ്റെ തൊട്ടാണ്. അതേപോലെ അന്നത്തെ നാലാളാണ് രണ്ടിനിങ്ങനെ വിളിച്ചാൽ വൈ വെച്ചുകൊണ്ടാണ് ആമിനയുടെ വാപ്പി പോയി പൂർണ്ണ അനാഥ എൻ്റെ റസൂലുള്ളാഹി അബ്ദുൽ മുത്തലിബ് തന്നെ സന്തോഷത്തോടുകൂടെ കരയിൽ കൊണ്ടുപോയി ഇന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ വല്യാപ്പ അവർക്ക് രണ്ടാമത്തെ വയസ്സിൽ കണ്ണിലുള്ളത് അവർ പോവാൻ വാക്ക് പോയി ഇങ്ങനെ പോയി രണ്ടാമത്തെ വയസ്സിൽ ആ വാപ്പയുടെ ആ മദ്യത്തിൽ കൊണ്ടുവരുന്ന സമയത്ത് അതിൻ്റെ കാര്യം രണ്ടാമത്തെ അങ്ങനെ നടന്നു ആ ജനാസയുമായി നടന്ന് ആദ്യമായി നടത്തുന്ന ജനാസയാണ് പ്രിയപ്പെട്ട അവിടുത്തെ വഫാത്തായ സമയത്ത് ഓരോ കൊല്ലം അതിൻ്റെ മാംസം പഞ്ചാബിയുടെ വഫാത്തിന് ശേഷം പലരും ഹദീസിനെ റസൂലുള്ളാഹിനെ തടഞ്ഞു കയ്യിൽ നബിയെ അവഗണിച്ചു. അതുകൊണ്ട് നിലനിൽപ്പുള്ള ഭീഷണിയിലായി. അപ്പോൾ സമ്പത്ത് കൊടുത്തു റസൂലുള്ളാഹിനെ സഹായിക്കുന്നു. മാത്രമല്ല ഇസ്ലാമിൻ്റെ ലോകത്ത് പെണ്ണുങ്ങളെ പ്രകൃതി ആദ്യമായി എല്ലാവരും കൈയൊഴിഞ്ഞപ്പോയി ഞാൻ എൻ്റെ നബിയെ നിങ്ങൾക്ക് തുണയായി എന്ന് പറഞ്ഞ മറുപടിയാണ് ആ ഉമ്മയുടെ വഫാത്ത് രേഖപ്പെടുത്തിയത്. ആ വർഷത്തിൽ 2 വഫാത്താണ്. പിന്നെ അവിടുത്തെ വാത്സല്യപൂർവ്വം കൊണ്ടു നടന്ന വാപ്പല്ല ഉമ്മല്ല വഫാത്തിന് ശേഷം കടലമായി കൊണ്ടു നടന്ന പ്രിയപ്പെട്ട മൃഗൻ പ്രിയപ്പെട്ട എളാമ അബൂ താലിബിന്റെ വഫാത്ത് ബഹുമാനപ്പെട്ട അതേ വർഷം തന്നെയാണ് ഇസ്ലാമിക ലോകത്ത് അങ്ങനെയാണ് ദുഃഖവർഷം എന്നാണ് ദുഃഖവർഷം. ആ ഖദീജ ഉമ്മ വഫാത്തായ സമയത്ത് അവരെയും അവരുടെ ഖബറാണ് ബഹുമാനപ്പെട്ട ഒരു 6 മണി നബിയുടെ ഒരു മകൻ ഇവിടെ കിടക്കുന്നു. നബിയുടെ ഒരു മകൻ അതുപോലെ തന്നെ വലിയ വലിയ മഹാന്മാരും ഇതിൻ്റെ പരിസരത്ത് ഇവിടെ മക്കയിലെ മുഖ്യവും വലിയ മുതലും വലിയ ആര്യവുമായ മഹാനായ
വിഭാഗത്തിൻ്റെ പ്രധാനപ്പെട്ട നമ്മുടെ നാട്ടിലെ വലിയൊരു കയ്യൊപ്പാണ് ഉന്നതമായ ശബ്ദവും നമ്മുടെ നാട്ടിലെ ദീനിൻ്റെ വലിയ പിതാവുമായ മഹാനായ കാലഘട്ടത്തിൻ്റെ ഇതിഹാസമായ സയ്യിദ് അബ്ദുറഹ്മാൻ എന്നത് ഹജ്ജിന് വന്നതാണ് ആചാരങ്ങൾ ഏതൊരു യാത്ര ആചാരങ്ങൾക്ക് ഭക്ഷണം ഉള്ളത് മുഴുവൻ കൊടുക്കുന്ന ഒരു മഹാനായ കോഴിക്കോട് മാലിന്യശാല വലിയ ബിസിനസ്സുകാരനാണ് അല്ലാതെ ആ മനുഷ്യനെ പൂർത്തിയാക്കി ആ സന്ദർഭത്തിൽ